Hi, hello everyone. Welcome back to my new session. This is Sudharma, your history teacher. Allah, political science. Hi, hello everyone. Welcome back to my new session. This is Sudharma, your political science teacher. നമ്മൾ പാർട്ട് 1, 2, 3 എന്നുള്ള രീതിയിൽ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് യൂണിറ്റ് 1 എന്നുള്ളതൊരു വലിയ ചാപ്റ്റർ ആണ്. അപ്പോൾ ആ വലിയ ചാപ്റ്റർ നമുക്ക് ഒറ്റയടിക്ക് പഠിക്കുമ്പോൾ കുറേ കണ്ടന്റ് ഒക്കെ പഠിക്കാനുണ്ടാകും, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് പാർട്ട് 1, 2, 3 എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഈ ഒരു യൂണിറ്റ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. സോ നൗ നമ്മൾ ഫൈനൽ സ്റ്റേജിലാണ്, അതായത് പാർട്ട് 3 ആണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ പാർട്ട് 3 ഓഫ് യൂണിറ്റ് ഫസ്റ്റ് ഫ്രം ബ്ലോക്ക് 1. ബ്ലോക്ക് 1-ലെ യൂണിറ്റ് ഫസ്റ്റിന്റെ പാർട്ട് 3. സോ വെൽക്കമിങ് ഓൾ ഓഫ് യു ഇൻ ടു മൈ ന്യൂ സെഷൻ. യെസ്, ഒബ്വിയസ്ലി നമ്മുടെ പേപ്പറിന്റെ പേര് മറന്നിട്ടില്ല എന്ന് കരുതുന്നു. ദ നെയിം ഓഫ് അവർ പേപ്പർ ഈസ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി. ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥിതിയും ജനാധിപത്യം എന്നാണ് നമ്മുടെ പേപ്പറിന്റെ പേര്. ബ്ലോക്ക് 1 ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏതാണ്? ബ്ലോക്ക് 1. ഇതിൽ യൂണിറ്റ് 1 ഏതാണ്? ദ ലെഗസി ഓഫ് നാഷണൽ മൂവ്മെന്റ് ആൻഡ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ലെഗസി ഓഫ് ദി നാഷണൽ മൂവ്മെന്റ് ആൻഡ് മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ യു റെഡി? റെഡി അല്ലേ നിങ്ങൾ എല്ലാവരും? അങ്ങനെയാണെങ്കിൽ വരൂ, നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആൻഡ് പാർട്ട് 3 ഫൈനൽ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിയത് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് കാണുന്ന രീതിയിലേക്ക് രൂപം കൊണ്ടത്. അപ്പൊ ആ ഘട്ടങ്ങളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഒരു ഹിസ്റ്ററി, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ എന്ത് ചെയ്തത്, പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം തുടങ്ങിയാലോ? ഇപ്പൊ ഒരുപാട് ആക്ടുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, അത് 1990, 1909, 1935 ആക്ട്. ഓരോ ആക്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947, 1947 പാസ്സാക്കിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇതിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്? ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഇൻടു ഇറ്റ്. The Indian Independence Act was introduced in the British Parliament on July 5, 1947. 1947 ജൂലൈ 5-നാണ്. ഇയർ നോട്ട് ചെയ്യുക, 1947 ജൂലൈ 5. അതായത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപെയാണ് ഈ ഒരു ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇറ്റ് വാസ് പാസ്ഡ് ബൈ ബോത്ത് ഹൗസസ് ആൻഡ് റോയൽ അസെന്റ് വാസ് ഗിവൺ ഓൺ ജൂലൈ 18, 1947 ആൻഡ് ഇറ്റ് ബിക്കേം ഓപ്പറേറ്റീവ് ഓൺ ഓഗസ്റ്റ് 14, 1947. ഈ ഒരു നിയമനിർമ്മാണ സഭയുടെ 2 സഭകളും പാസ്സാക്കുന്നു. അതേപോലെ തന്നെ ബ്രിട്ടീഷ് രാജഭരണത്തിൽ നിന്നും ഇതിന് സമ്മതം കിട്ടുന്നു. അങ്ങനെ ഈ ആക്ട് നിലവിൽ വരുന്നത് 1947 ഓഗസ്റ്റ് 14 ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ 1947 ജൂലൈ 5 ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. 1947 ജൂലൈ 18 രാജകീയ അനുമതി നൽകുകയും 1947 ഓഗസ്റ്റ് 14 ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഏത്? ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ ഇത് 1947 പ്രാബല്യത്തിൽ വന്ന ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തെല്ലാമായിരുന്നു, വ്യവസ്ഥകൾ എന്തെല്ലാമായിരുന്നു, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ നിയമം? ഈ നിയമത്തിൽ എന്തിനൊക്കെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്? സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഇൻടു ഇറ്റ്. See, first point. India was guaranteed independence on August 15, 1947 instead of 1948 June.
എന്താ അവിടെ പറയുന്നത്? 1948 ജൂണിന് പകരം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉറപ്പ് നൽകി. അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചിരുന്നത് 1948 ജൂൺ 18 അല്ലെ? ജൂണിനായിരുന്നു. ജൂൺ 18 ജൂണിനായിരുന്നു. പക്ഷെ അതിനേക്കാളും മുൻപ് നമുക്ക് 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മാർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇന്ത്യ വാസ് no more under British crown and the power over Indian states also lapsed. ഇതായിരുന്നു രണ്ടാമത്തെ വ്യവസ്ഥിതി. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കിരീടത്തിന് കീഴിലായിരുന്നില്ല. ഓക്കെ, സംസ്ഥാനങ്ങളുടെ മേലുള്ള അധികാരവും ബ്രിട്ടീഷുകാർക്ക് ഇല്ലാതായി. സംസ്ഥാനങ്ങളുടെ മേലുള്ള അധികാരവും ആർക്കില്ലാതായി? ബ്രിട്ടീഷുകാർക്ക് ഇല്ലാതായി. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? The British India was partitioned into two independent dominions of India and Pakistan from 15th August 1947. 1947 മുതൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഇന്ത്യ രണ്ട് ഡൊമീനിയൻസ് ആയിട്ട് മാറും. ഏതൊക്കെയാണ് ആ രണ്ട് ഡൊമീനിയൻസ് എന്ന് പറയുന്നത്? ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് പാകിസ്ഥാനും. ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് പാകിസ്ഥാനും എന്നിങ്ങനെ രണ്ട് ഡൊമീനിയൻസ് ആയിട്ട് ആര് മാറുന്നു? ഇന്ത്യ മാറുന്നു. നോക്കൂ ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അല്ലേ? ഓക്കെ, അപ്പം ആദ്യം നമ്മൾ പറയുന്നു 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനിരുന്നത്, പക്ഷെ അത് കുറച്ച് മുൻപേ ആയി. മറ്റൊന്ന്, ഇന്ത്യയുടെ മുകളിലുള്ള ബ്രിട്ടീഷുകാരുടെ പൂർണ്ണമായിട്ടുള്ള ഭരണം അവസാനിക്കുന്നു. മൂന്നാമത്തേത്, ബ്രിട്ടീഷ് ഇന്ത്യയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, രണ്ട് ഡൊമീനിയൻസ് ആയിട്ട്, രണ്ട് മേഖലകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഏതാണ്? ഇന്ത്യ, മറ്റൊന്ന് പാകിസ്ഥാൻ. 1947 ഓഗസ്റ്റ് 15 മുതൽ ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും രണ്ട് സ്വതന്ത്ര ആധിപത്യങ്ങളായി വിഭജിക്കപ്പെട്ടു. The legislative supremacy of the British Parliament for India came to an end. ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിയമനിർമ്മാണ ആധിപത്യം, ഇന്ത്യയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിയമങ്ങൾ നിർമ്മിക്കുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ആ ആധിപത്യം എന്തായി? ഒന്ന് അവസാനിപ്പിച്ചു വിട്ടു. ഓക്കെ, ഇതോടെ പ്രൊവിഷൻസ് കഴിയുന്നില്ല, കുറച്ചുകൂടെ പഠിക്കാം, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമായിരുന്നു. ടു ഡിറ്റർമൈൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ടു ഡൊമീനിയൻസ്, എ ബൗണ്ടറി കമ്മീഷൻ വാസ് അപ്പോയിന്റഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് റാഡ്ക്ലിഫ്. ഈ രണ്ട് രാഷ്ട്രങ്ങളായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതായത് രണ്ട് രാഷ്ട്രങ്ങളായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുമ്പം അവർക്ക് അവരുടെ അതിർവരമ്പുകൾ ആവശ്യമല്ലേ? എന്തൊക്കെയായിരുന്നു ആ അതിർവരമ്പുകൾ? അത് നിർണ്ണയിക്കണ്ടേ? ബ്രിട്ടൻ നിർണ്ണയിക്കുകയാണ് പാകിസ്ഥാന്റെ അതിർത്തികൾ എന്തെല്ലാമാണ്, ഇന്ത്യയുടെ അതിർത്തികൾ എന്തെല്ലാമാണ് എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. പൂർണ്ണമായിട്ടും അവരാണ് തീരുമാനിക്കുന്നത്. സോ രണ്ട് ആധിപത്യങ്ങളുടെയും അതിർത്തി നിർണ്ണയിക്കാൻ സർ റാഡ്ക്ലിഫിന്റെ ചെയർമാന്റെ കീഴിൽ ഒരു അതിർത്തി സമിതിയെ നിയമിച്ചു. അപ്പം രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി നിർണ്ണയിക്കുന്നതിന് വേണ്ടി റാഡ്ക്ലിഫിന്റെ ചെയർമാന് കീഴിൽ ഒരു അതിർത്തി സമിതിയെ നിർണയിച്ചു. To frame the constitution of two dominions, they were given the power to make their separate constituent assembly. To frame the constitution of two dominions. To frame the constitution of two dominions. ഈ രണ്ട് ഡൊമീനിയൻസിന് വേണ്ടിയിട്ട്, ഏതാ രണ്ട് ഡൊമീനിയൻസ്? ഇന്ത്യക്കും പാകിസ്ഥാനും വേണ്ടിയിട്ട് എന്ത് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഇപ്പൊ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, പാകിസ്ഥാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. ഇപ്പൊ രണ്ടിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിക്കുന്നു. The administration would be carried on according to the provisions of the Government of India Act 1935 till the new constitution was brought into operation. ബ്രിട്ടൻ ഇന്ത്യ വിടാൻ തീരുമാനിച്ചു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചു, എങ്കിലും ഇന്ത്യയിൽ ഭരണം നടക്കണ്ടേ? അത് എന്തിന്റെ കീഴിൽ ഭരണം നടക്കും? അതാണ് ഇവിടെ പറയുന്നത്. പുതിയ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത് വരെ 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ടിലെ വ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഭരണം തുടരുന്നത്. പുതിയ ഭരണം നിലവിൽ വരുന്നത് വരെ 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് അനുസരിച്ചിട്ടുള്ള വ്യവസ്ഥകൾ അനുസരിച്ചിട്ടാണ് ഭരണം തുടരുന്നത്. The Indian states were given the option to join India
or Pakistan or remain independent. ഇന്ത്യൻ ഭരണാധികാരികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലെ സ്റ്റേറ്റ്സിന് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. എന്താണ് ഓപ്ഷൻ? ഒന്നെങ്കിൽ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ റിമൈൻ ഇൻഡിപെൻഡന്റ്. റിമൈൻ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാം. ഓക്കെ. The Indian Army, government stores, railways, etc. were to be divided between India and Pakistan. നോക്കൂ, the Indian Army, government stores. ഇപ്പൊ ഈ ഡിവിഷൻ വന്നു എന്ന് പറഞ്ഞില്ലേ, ഈ ഡിവിഷൻ വരുമ്പോൾ ഇന്ത്യൻ ആർമിയും ഗവൺമെന്റ് സ്റ്റോഴ്സും എല്ലാം ഈ രാജ്യങ്ങൾക്കിടയിൽ ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. വെറും അതിർത്തി വരമ്പുകൾ മാത്രമല്ല, ഇന്ത്യൻ സൈന്യം, ഗവൺമെന്റ് സ്റ്റോറുകൾ, റെയിൽവേ എന്നിവ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടു. അപ്പൊ 1947 നിയമം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അത് എങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറിയത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതിനുശേഷം ബ്രിട്ടീഷ് ഇന്ത്യയെ 2 രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക, ആ 2 രാജ്യങ്ങൾക്ക് പുതിയ ഭരണഘടനാ നിർമ്മാണ സമിതികൾ രൂപീകരിക്കുക. പുതിയ ഭരണഘടന നിലവിൽ വരുന്നത് വരെ 1935 ആക്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇന്ത്യ ഭരിക്കപ്പെടുക. പിന്നീട് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് പുതിയ ഒരു ഓഫർ കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിലനിൽക്കാം. അതും കഴിഞ്ഞിട്ട് അവർ മറ്റൊന്ന് ഇന്ത്യയിലെ സൈന്യം, റെയിൽവേ, അതേപോലെ തന്നെ ഗവൺമെന്റ് സ്റ്റോറുകൾ എല്ലാം വിഭജിക്കുകയാണ് ഈക്വൽ ആയിട്ട് 2 രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു 1947 നിയമം. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനൊരു കൺക്ലൂഷൻ പാർട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഒരു 1947 നിയമം വന്നതിന് ശേഷം നമുക്ക് എങ്ങനെ ഇത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് എങ്ങനെ ഇത് ചുരുക്കാൻ, നിഗമനത്തിലെത്താൻ വേണ്ടി പറ്റും നോക്കാം. Thus, the Indian Independence Act of 1947 marked the end of British rule. നോക്കിയേ, എന്തൊക്കെ പറഞ്ഞാലും 1947 നിയമം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു. ഇൻ ഇന്ത്യ ആൻഡ് ദ എമർജൻസ് ഓഫ് ഫ്രീ ഇന്ത്യ, അവിടെ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ത് ചെയ്യാണ്, രൂപം കൊള്ളാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് ശേഷം the transfer of power was graceful. ഇന്ത്യയുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുകയും ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ ആവിർഭാവത്തെ അടയാളപ്പെടുത്തുകയും ചെയ്തു. അധികാര കൈമാറ്റം വളരെ മനോഹരമായിട്ടുള്ള നിമിഷം. കാരണം എത്ര വർഷമാണ് അല്ലെ, 1600 മുതൽ വെറും വ്യാപാരത്തിന് വേണ്ടിയിട്ട് വന്നിരുന്ന ഒരു രാജ്യം കംപ്ലീറ്റ്ലി നമ്മുടെ മുകളിൽ എന്ത് ചെയ്യാണ്, അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അതിനുശേഷമാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. അപ്പോൾ ആ ഒരു അധികാര കൈമാറ്റം എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു. യുദ്ധമില്ലാത്ത സമാധാന ഉടമ്പടിയുടെ ചരിത്രത്തിലെ അതുല്യമായ ഒരു സംഭവം എന്നാണ് സാമുവൽ പ്രഭു ഇതിനെ വിശേഷിപ്പിച്ചത്. ലോർഡ് സാമുവൽ എന്താ പറഞ്ഞത്? an event unique in history, treaty of peace without war. യുദ്ധമില്ലാത്ത ഒരു സമാധാന ഉടമ്പടി. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആറ്റ്ലി ഡിസ്ക്രൈബ്ഡ്, ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആറ്റ്ലി ഇത് എങ്ങനെയാണ് വിവരിച്ചത്? Attlee described it as non-abdication but the fulfillment of Britain's mission. എന്താ പറഞ്ഞത്? ഇതൊരു സ്ഥാനത്യാഗമല്ല. ഇങ്ങനെ നമ്മൾ ഭരണം കൈമാറുന്നത് ഒരു സ്ഥാനത്യാഗമല്ല, മറിച്ച് ബ്രിട്ടന്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണമാണ് എന്നാണ് അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ആറ്റ്ലി ഇതിനെ വിശേഷിപ്പിച്ചത്. ഇങ്ങനെ അധികാരം കൈമാറ്റം ചെയ്യുന്നതിനെ വിശേഷിപ്പിച്ചത്. 1947 ആക്ട് പാസ്സാക്കിയതിനു ശേഷമാണ് കേട്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രൂപം കൊണ്ടത്. സോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആറ്റ്ലി ഇതിനെ വിശേഷിപ്പിച്ചത് സ്ഥാനത്യാഗമല്ല, മറിച്ച് ബ്രിട്ടന്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണമാണ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു 1945 ഓഗസ്റ്റ്
1947. ഒന്നുകൂടെ പറയാം. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയെ 2 രാജ്യങ്ങളാക്കി മാറ്റുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയെ പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും 2 ഡൊമീനിയൻ സ്റ്റാറ്റസ് നൽകുന്നു. രണ്ടിലും 2 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യുന്നു. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് പിന്നീട് ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കുന്നത്. ഫൈനലി ഇന്ത്യക്ക് എന്ത് രൂപീകൃതമായി? ഒരു ഭരണഘടന രൂപീകൃതമായി. നമുക്ക് ഇനി ആ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ടോപ്പിക് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി. നോക്കാം എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതി എന്നത്. The Constitution of India was framed by Constituent Assembly set up under the Cabinet Mission Plan of 1946. 1946 എന്ത് രൂപീകൃതമായത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകൃതമായത്. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകൃതമായത് 1946 പറയുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ അടിസ്ഥാനത്തിൽ. The Cabinet Mission Plan of 1946 had recommended for the establishment of a Constituent Assembly to frame the Constitution of Free India. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ് എന്ത് റെക്കമെൻഡ് ചെയ്തത്? ഒരു സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കണം എന്ന നിർദ്ദേശം. സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ഭരണഘടന ആവശ്യമാണ് എന്ന നിർദ്ദേശത്തിലേക്ക് എത്തിയത്. It is an assembly or body of persons which is made in order to frame the constitution of country and is known as constituent assembly. ഇതാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന നിർമ്മാണ സമിതി എന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഭരണഘടനാ നിർമ്മാണ സമിതി? It is an assembly or body of persons. അതൊരു സമിതിയാണ്, ഒരു കൂട്ടം ആളുകളുടെ സമിതിയാണ്. which is made in order to frame the constitution. എന്തിനാണ് അത്? It was in order to frame the constitution of a country. ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടന രൂപീകരിക്കുക. and is known as constituent assembly. ഇത്തരത്തിലൊരു രാജ്യത്തിന് വേണ്ടി, പ്രത്യേകിച്ച് സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഭരണഘടന രൂപീകരിച്ചത് ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതെ, ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഘടന അല്ലെങ്കിൽ ആ ഒരു അസംബ്ലിയാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരം രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുത്തുന്നതിന് ഒരു ഭരണഘടനാ അസംബ്ലി സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തിരുന്നു. ഒരു രാജ്യത്തിന്റെ ഭരണഘടന രൂപപ്പെടുത്തുന്നതിനായി നിർമ്മിച്ച ഒരു അസംബ്ലി അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു സമിതിയാണ് ഇത്. ഓക്കെ, ഒന്നെങ്കിൽ ഇത് എന്താണ്? ഒരു രാജ്യത്തിന്റെ ഭരണഘടന രൂപപ്പെടുത്തുന്നതിനായിട്ട് നിർമ്മിച്ച ഒരു അസംബ്ലി അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു സമിതി. ഇതാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ ബാക്ക്ഗ്രൗണ്ട്, ഒരു പശ്ചാത്തലം, ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള നമ്മുടെ ഭരണഘടന രൂപപ്പെട്ടു വന്നില്ലേ? അപ്പൊ അത് ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നിട്ടാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്ന് നമുക്ക് നോക്കാം. The first reference to Constituent Assembly of India was made by Mahatma Gandhi in 1922. ഇന്ത്യക്ക് ഒരു ഭരണഘടന ആവശ്യമാണെന്നും അതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി ആവശ്യമാണ് എന്ന റെഫറൻസ് ആദ്യം നൽകിയത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയാണ്. ഏത് വർഷം? 1922. He was saying that the Constitution of India should be homemade and it should spring from the wishes of the people of India as expressed through their freely chosen representatives. ഗാന്ധിജി പറഞ്ഞത് എന്താ? ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ആയിരിക്കണം. അതായത് അത് നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചതായിരിക്കണം, അല്ലെ? നമ്മുടെ രാജ്യത്തിൽ സ്വതന്ത്രമായിട്ട് നിർമ്മിച്ചതായിരിക്കണം. മാത്രമല്ല, സ്വതന്ത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിലൂടെ പ്രകടിപ്പിക്കുന്ന ഇന്ത്യൻ ജനതയുടെ ആഗ്രഹങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കണം എന്ന് പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇന്ത്യൻ ജനങ്ങളുടെ ആഗ്രഹങ്ങളാണ്. ഈ ഇന്ത്യൻ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിൽ നിന്നാണ്, റെപ്രസെന്റേറ്റീവ്സിൽ നിന്നാണ്, അല്ലെ? ഇതായിരിക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് എലമെന്റ് എന്ന് ആര് അവകാശപ്പെടുന്നു? ഗാന്ധിജി അവകാശപ്പെടുന്നു.
Later, പിന്നീട് All India Parties Conference at Bombay in 1928 appointed a committee. ആദ്യം നമ്മൾ 1922 ഗാന്ധിജിയുടെ ആവശ്യം പറഞ്ഞു. പിന്നെ നമ്മൾ വരുന്നത് 1928 ഇവിടെ എന്താ സംഭവിച്ചത്? All India Parties Conference at Bombay in 1928 appointed a committee. 1928 ബോംബെ കോൺഫറൻസ് ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നു. Under the leadership of Motilal Nehru to make a constitution of India. എന്തിനു വേണ്ടിയിട്ടാ? മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യക്ക് എന്ത് രൂപീകരിക്കുക, ഒരു ഭരണഘടന രൂപീകരിക്കുക എന്നതായിരുന്നു. The other members of this committee were Subhash Chandra Bose, Sir Tej Bahadur Sapro. ഈ ഒരു കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സുഭാഷ് ചന്ദ്ര ബോസും മറ്റൊന്ന് സർ തേജ് ബഹദൂർ സപ്രു ആയിരുന്നു. In August 1928 the committee submitted the report called Nehru report. 1928 കമ്മിറ്റി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആ റിപ്പോർട്ടിന്റെ പേരാണ് നെഹ്റു റിപ്പോർട്ട്. And it was the first attempt by Indians to frame a full-fledged constitution. See, 1922 മുതൽ 1928 വരെ നെഹ്റു റിപ്പോർട്ട് വരുന്നു. മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നെഹ്റു റിപ്പോർട്ടാണ്. ആൻഡ് നെഹ്റു റിപ്പോർട്ടിന് ശേഷമാണ് അതെന്താണ് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കണം, ഒരു ഭരണഘടന രൂപീകരിക്കണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നത്. 1928 ഓഗസ്റ്റിൽ കമ്മിറ്റി നെഹ്റു റിപ്പോർട്ട് എന്ന പേരിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഒരു സമ്പൂർണ്ണ ഭരണഘടന രൂപീകരിക്കാനുള്ള ഇന്ത്യക്കാരുടെ ആദ്യ ശ്രമമായിരുന്നു അത്. ഇന്ത്യക്കാരുടെ ആദ്യ ശ്രമമായിരുന്നു ഈ പറയുന്നത്. സോ 1928 ബോംബെയിൽ നടന്ന ഓൾ ഇന്ത്യ പാർട്ടീസ് കോൺഫറൻസ് മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാൻ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. സുഭാഷ് ചന്ദ്ര ബോസ്, സർ തേജ് ബഹദൂർ സപ്രു എന്നിവരായിരുന്നു ഈ സമിതിയിലെ മറ്റ് അംഗങ്ങൾ. 1928 ഓഗസ്റ്റിൽ കമ്മിറ്റി നെഹ്റു റിപ്പോർട്ട് എന്ന പേരിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഒരു സമ്പൂർണ്ണ ഭരണഘടന രൂപീകരിക്കാനുള്ള ഇന്ത്യക്കാരുടെ ആദ്യ ശ്രമമായിരുന്നു ഇത്. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം കാലഘട്ടം, അതായത് 1940 അല്ലേ, രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതാണ് 1945. 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. അപ്പൊ നമ്മൾ 1928 നിന്ന് എങ്ങോട്ടേക്ക് എത്തി? 1939 എത്തി. അപ്പൊ ഈ ഒരു രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി എക്സ്പ്രസ്ഡ് ദ ഐഡിയ. അദ്ദേഹം 1922 കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കണമെന്നും അതിനൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആവശ്യമാണ് എന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ 1939 സെക്കൻഡ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി എക്സ്പ്രസ് ദ ഐഡിയ അഗെയിൻ, വീണ്ടും ആ ഒരു ആശയം എക്സ്പ്രസ് ചെയ്തു ത്രൂ ദ ആർട്ടിക്കിൾ ഇൻ ദി ഹരിജൻ ആൻഡ് വ്യൂഡ്. അദ്ദേഹത്തിന് ഒരു ആർട്ടിക്കിൾ, ഹരിജനിൽ വന്ന ഒരു ആർട്ടിക്കിളിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം വീണ്ടും ജനങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ആവിഷ്കരിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അലോൺ ക്യാൻ ബി പ്രൊഡ്യൂസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിജീനിയസ് ടു ദ കൺട്രി. ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഭരണഘടന രൂപീകരിക്കാൻ പറ്റും. ആൻഡ് ട്രൂലി ആൻഡ് ഫുള്ളി റെപ്രസെന്റിങ് ദ വിൽ ഓഫ് ദ പീപ്പിൾ. ഈ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കുന്ന ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങളും നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ അഭിലാഷങ്ങളും പ്രതിനിധീകരിക്കുന്നതാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. അതാണ് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി ഹരിജനിലെ ലേഖനത്തിലൂടെ ഈ ആവശ്യം വീണ്ടും പ്രകടിപ്പിച്ചു. ഭരണഘടനാ അസംബ്ലിക്ക് മാത്രമേ രാജ്യത്തിന് തദ്ദേശീയവും ജനങ്ങളുടെ ഇച്ഛയെ യാഥാർത്ഥ്യമായും പൂർണ്ണമായും പ്രതിനിധീകരിക്കുന്നതുമായ ഒരു ഭരണഘടന നിർമ്മിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വീക്ഷിക്കുകയും ചെയ്തു. ആര്? നമ്മുടെ മഹാത്മാഗാന്ധി. പിന്നീട് നെഹ്റുവിന്റെ ഒരു റോൾ എന്തായിരുന്നു? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യുകയും ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നെഹ്റുവിന്റെ റോൾ എന്താണ് കാണാം.
Nehru also supported the idea and said the National Congress stands for independence and democratic state. നെഹ്റു ഈ ആശയത്തെ പിന്തുണയ്ക്കുകയും അദ്ദേഹം പറയുകയും ചെയ്തു, ദേശീയ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ രാഷ്ട്രത്തിനും വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നു ദേശീയ കോൺഗ്രസ്, നാഷണൽ കോൺഗ്രസ്. ഈ നാഷണൽ കോൺഗ്രസ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് നിലകൊള്ളുന്നത് എന്നാണ് നെഹ്റു ഇവിടെ അവകാശപ്പെടുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ലേൺ അബൌട്ട് ദ റെസ്പോൺസ് ഫ്രം ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ നേതാക്കന്മാരുടെ ഒരു ഐഡിയ, അവരെങ്ങനെ ഏത് രീതിയിലാണ് എടുത്തതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ റെസ്പോൺസ് എന്താ നോക്കണ്ടേ? ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഇൻടു ഇറ്റ്. The British government conceded the demand for the first time in its August offer 1940. അപ്പോൾ ഇവിടെ ഓഗസ്റ്റ് ഓഫർ ആണ് കേട്ടോ. 1940 ഓഗസ്റ്റ് ഓഫർ എന്താണ്? 1940 ഓഗസ്റ്റ് ഓഫറിൽ ബ്രിട്ടീഷ് സർക്കാർ ആദ്യമായി ഈ ആവശ്യം അംഗീകരിച്ചു. 1922 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 28 വന്നു, 1939 വന്നു. ഗാന്ധിജി വീണ്ടും ഹരിജൻ എന്ന അദ്ദേഹത്തിന്റെ പത്രത്തിൽ, അത് ഹരിജനിൽ അദ്ദേഹം ആർട്ടിക്കിളിൽ പറയുകയുണ്ടായി, ഈ ഒരു ആവശ്യം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചത് 1940 Then this was followed by Cripps Mission proposal also and said that constitution would provide for dominion status for India. ഇതിനെ തുടർന്ന് ക്രിപ്സ് മിഷൻ നിർദ്ദേശവും വന്നു. എന്താണ് ക്രിപ്സ് മിഷന്റെ നിർദ്ദേശം വന്നത്? ഭരണഘടന ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി നൽകുമെന്ന് പറഞ്ഞു. അതായത് ഒരു ഡൊമീനിയൻ പദവി, ഒരു രാജ്യം എന്ന ഒരു പദവി ഭരണഘടന ഇന്ത്യക്ക് നൽകുമെന്ന് ക്രിപ്സ് മിഷൻ പറയുകയുണ്ടായി. പിന്നീട് 1946 ക്യാബിനറ്റ് മിഷൻ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ ഇന്ത്യയിലേക്ക് വരികയും ഒടുവിൽ അത് അംഗീകരിക്കുകയും ചെയ്തു. 1946 ക്യാബിനറ്റ് മിഷൻ ഈ നിർദ്ദേശം എന്ത് ചെയ്തു? മുൻപോട്ടേക്ക് വെക്കുകയും ഇന്ത്യയിലേക്ക് ഇത്തരമൊരു നിർദ്ദേശം ഇന്ത്യയിലേക്ക് വരികയും ഒടുവിൽ അത് എന്ത് ചെയ്തു? അംഗീകരിക്കുകയും ചെയ്തു. ഒടുവിൽ ബ്രിട്ടീഷുകാരും ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കി കൊടുത്തത്. ഇത് നമുക്കറിയാം. ഇനി ഇതിന്റെ ഒരു കോമ്പോസിഷൻ, ഇതിന്റെ ഒരു ഘടന എന്താണെന്ന് നമുക്ക് നോക്കാം. The Constituent Assembly of India was formed according to the provisions of Cabinet Mission Plan 1946. നമ്മൾ നേരത്തെ പറഞ്ഞു 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് എന്ത് രൂപീകൃതമായത്? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ആയിരിക്കുന്നത്. The members of the Constituent Assembly were elected directly. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, അംഗങ്ങളുണ്ട്. ആ അംഗങ്ങളെ നമ്മൾ നേരിട്ടാണ്, ഇൻഡയറക്ട്ലി അല്ലെ, വേർ ഇലക്റ്റഡ് ഇൻഡയറക്ട്ലി, നേരിട്ടല്ല പരോക്ഷമായി തിരഞ്ഞെടുക്കുകയും. ആരാണ് തിരഞ്ഞെടുത്തിരുന്നത്? ബൈ മെമ്പേഴ്സ് ഓഫ് ദ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സ് ത്രൂ ദ മെത്തേഡ് ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ നമ്മൾ പരോക്ഷമായിട്ടാണ് തിരഞ്ഞെടുത്തിരുന്നത്. പരോക്ഷമായി തിരഞ്ഞെടുത്തിരുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെയാണ്. അത് നോട്ട് ചെയ്യുക. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, ആനുപാതിക പ്രാതിനിധ്യം. അതും ആര്? ഓരോ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സിലെ മെമ്പേഴ്സ് ആയിരുന്നു ഇതിലേക്കുള്ള മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തത്. ദ മെമ്പേഴ്സ് ഓഫ് ദ അസംബ്ലി വർ നോട്ട് സെലക്ടഡ് പ്യുവർലി ഓൺ പാർട്ടി ബേസിസ്. ഒരിക്കലും പാർട്ടി ബേസിസിലല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിലല്ല അന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത്. But they included some of the most leading personality of Indian public life. പക്ഷെ അതിൽ അന്ന് ഇന്ത്യയുടെ ഒരു പൊതു സമൂഹത്തിൽ ഉണ്ടായിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പ്രശസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആ ഒരു സമിതിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത്. ആനുപാതിക പ്രാതിനിധ്യ രീതിയിലൂടെ പ്രവിശ്യ നിയമസഭകളിലെ അംഗങ്ങൾ ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങളെ പരോക്ഷമായി, ഇൻഡയറക്റ്റ് ആയിട്ടാണ് തിരഞ്ഞെടുത്തത്. അസംബ്ലിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് കേവലം പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇന്ത്യൻ പൊതുജീവിതത്തിലെ ഏറ്റവും പ്രമുഖരായ ചില വ്യക്തികളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്.
ഇനി ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? ഇതൊക്കെ PSCക്ക് ഇടക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാ. അതുകൂടെ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയിൽ ഏകദേശം 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. The British India was assigned 96 seats and the Indian princely states were given 93 seats. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യക്ക് 296 സീറ്റുകളും ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്ക് 93 സീറ്റുകളുമാണ് നൽകിയത്. The number of members to be sent by each province would depend upon the population of that പ്രൊവിൻസ്. എന്താണ് ഇവിടെ പറയുന്നത്? ഓരോ പ്രവിശ്യയും അയക്കേണ്ട അംഗങ്ങളുടെ എണ്ണം ആ പ്രവിശ്യയിലെ ജനസംഖ്യയെ ആശ്രയിച്ചിരിക്കും. ആ പ്രവിശ്യയിലുള്ള ജനസംഖ്യയെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. The seats would be distributed among the major communities and people belonging to each community would elect its representatives. അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള സീറ്റുകൾ നമ്മൾ ഓരോ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കമ്മ്യൂണിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന സമുദായങ്ങളാണ്. എന്നിട്ട് അവരാണ് ഓരോ കമ്മ്യൂണിറ്റിയിലേക്കും വേണ്ട ആളുകളെ ഇലക്ട് ചെയ്യുന്നത്, അതായത് തിരഞ്ഞെടുക്കുന്നത്. പ്രധാന സമുദായങ്ങൾക്കിടയിൽ സീറ്റുകൾ വിതരണം ചെയ്യുകയും ഓരോ സമുദായത്തിൽ നിന്നുമുള്ള ആളുകളും അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇനി the princely states also sent their representatives on the basis of population. See, I have already told you that ഏകദേശം 93 സീറ്റ്സ് ആർക്കുണ്ട്? നാട്ടുരാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. So this princely states also sent their representatives on the basis of population. ഇന്ത്യയിലുള്ള 93 princely statesഉം എന്ത് ചെയ്യും? ഓരോ റെപ്രസെന്റേറ്റീവിനെ അവരുടെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ അയക്കും. But the method of selection was to be declared under the recommendation of the rulers. അതായത് നാട്ടുരാജ്യങ്ങളും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രതിനിധികളെ അയച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഭരണാധികാരികളുടെ ശുപാർശ പ്രകാരം തിരഞ്ഞെടുപ്പ് രീതി തീരുമാനിക്കുന്നത് ഭരണാധികാരികളുടെ ശുപാർശ പ്രകാരമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാട്ടുരാജ്യങ്ങളിൽ നിന്നും റെപ്രസെന്റേറ്റീവ്സിനെ അയക്കാൻ വേണ്ടി പറ്റും. പക്ഷെ തിരഞ്ഞെടുക്കുന്ന രീതി ഭരണാധികാരികളാണ് എന്ത് ചെയ്തിരുന്നത്? തീരുമാനിച്ചിരുന്നത്. ഇനി ദ എലക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. സോ ഇറ്റ് വാസ് ഹെൽഡ് ഇൻ 1946. 1946 ഈ പറയുന്ന വ്യവസ്ഥകളോട് കൂടിയിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഇലക്ഷൻ നടന്നത്. In the election, the Congress won 201 out of 210 general seat. 210 ജനറൽ സീറ്റിൽ 201 സീറ്റ് ആര് നേടി? കോൺഗ്രസ് നേടി. ആൻഡ് ദ മുസ്ലിം ലീഗ് സെക്യൂർഡ് 73 ഫ്രം 78. 78 സീറ്റുകളിൽ 73 സീറ്റ് ആര് നേടി? മുസ്ലിം ലീഗ് നേടിയെടുത്തു. ആൻഡ് 18 ഫ്രം ദ പാർട്ടീസ് ഓഫ് അഗാലി പാർട്ടീസിൽ നിന്നും 18 സീറ്റുകളും യൂണിയനിസ്റ്റിൽ നിന്നും 3, കമ്മ്യൂണിസ്റ്റിൽ നിന്ന് 1, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനിൽ നിന്ന് 1 സീറ്റും ആൻഡ് 6 ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സ് ഹു സപ്പോർട്ടഡ് കോൺഗ്രസ്. മാത്രമല്ല കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന 6 ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സ്, സ്വതന്ത്ര അംഗങ്ങളും അതിൽ സീറ്റ് നേടിയെടുത്തു. ദ റിമൈനിങ് മെമ്പേഴ്സ് റെപ്രസെന്റഡ് ഡിഫറെന്റ് ഇൻഡിപെൻഡന്റ് ഐഡിയോളജീസ്. ബാക്കിയുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഐഡിയോളജിയിലുള്ള ആളുകളായിരുന്നു. ദ ഇന്ത്യൻ പ്രിൻസിലി സ്റ്റേറ്റ്സ് വർ നോട്ട് ഫിൽഡ് their allotted 93 seats but they joined the constituent assembly at the later stage. നോക്കൂ, 1946 ജൂലൈയിലാണ് ഇതിലേക്കുള്ള ഇലക്ഷൻ നടന്നത്. 210 ജനറൽ സീറ്റുകളിൽ 201 എണ്ണം കോൺഗ്രസ് നേടിയപ്പോൾ മുസ്ലിം ലീഗ് 73 സീറ്റുകളാണ് നേടിയത്. അകാലി നേടിയത് 3 സീറ്റും യൂണിയനിസ്റ്റ് 3 സീറ്റും നേടി. കമ്മ്യൂണിസ്റ്റ് 1 സീറ്റും നേടുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ 1 സീറ്റ് നേടുന്നു. തുടർന്നുള്ള 18 പേർ കോൺഗ്രസിനെ പിന്തുണച്ച് 6 സ്വതന്ത്ര അംഗങ്ങളും സീറ്റ് നേടുന്നു. അവശേഷിക്കുന്ന അംഗങ്ങൾ വ്യത്യസ്ത സ്വതന്ത്ര പ്രത്യയശാസ്ത്രങ്ങളെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്ക് അനുവദിച്ച 93 സീറ്റുകൾ എന്തായില്ല, കംപ്ലീറ്റ് ആയില്ല. പക്ഷെ അവ പിന്നീടുള്ള ഘട്ടത്തിൽ ഭരണഘടനാ അസംബ്ലിയിൽ ചേർന്നു. സോ ലെറ്റ്സ് ലേൺ അബൌട്ട് ദ prominent members of the assembly. ഈ അസംബ്ലിയിലെ വളരെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ആരായിരുന്നു?
Though the Constituent Assembly included members from all professions, എല്ലാ പ്രമുഖ മേഖലകളിൽ നിന്നുള്ള അംഗങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ലോയേഴ്സ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീസ് ഉണ്ടായിരുന്നു, സോഷ്യൽ വർക്കേഴ്സ്, അങ്ങനെ ഒരു സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാവരും, അതായത് ഒരു പെർട്ടിക്കുലർ വിഭാഗം എന്ന് നമ്മൾ ചൂസ് ചെയ്യാതെ അന്ന് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഇതിൽ മെമ്പേഴ്സ് ആയിരുന്നു. ഇൻ ദ പൊളിറ്റിക്കൽ സ്പിയർ ദ കോൺഗ്രസ് പാർട്ടി എസ്റ്റാബ്ലിഷ്ഡ് ദെയർ മോണോപ്പൊളി ഇൻ ദി അസംബ്ലി. ഇനി ഒരു രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഏകാധിപത്യം ആ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. ദ ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഇത് നോട്ട് ചെയ്തോളൂ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിനെ കുറിച്ച് എഴുതാനൊക്കെ പറയുമ്പം ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും കേട്ടോ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ S രാധാകൃഷ്ണൻ, C രാജഗോപാലാചാരി, BN റാവു, ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, ആചാര്യ കൃപലാനി, BG ഖേർ, KT ഷാ, സരോജിനി നായിഡു ആൻഡ് ഹൻസ് മേത്ത, സയ്യിദ് സദൗല്ല, N മാധവറാവു, DP കൈഥാൻ, കണ്ണൻ, HV കാമത്ത്, ദുർഗാബായ് ദേശ്മുഖ്, HN കുൻസ്രു, K സന്താനം, ശ്യാം പ്രസാദ് മുഖർജി തുടങ്ങിയവയായിരുന്നു അന്നത്തെ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയും ആളുകളുടെ പേരുകൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4-5 ആളുകളുടെ പേര്, ഇപ്പൊ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പേരൊന്ന് ജവഹർലാൽ നെഹ്റു ഉണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ S രാധാകൃഷ്ണൻ, C രാജഗോപാലാചാരി, ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ അല്ലേ? അപ്പൊ ആ പേരുകളൊക്കെ നിർബന്ധമായിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു അസംബ്ലിയുടെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. ദ വർക്കിംഗ് ഓഫ് ദി അസംബ്ലി. ഈ അസംബ്ലി എങ്ങനെയാണ് പ്രവർത്തിച്ചത്? നമുക്കറിയാം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല പറയുന്നത് ഭരണഘടന ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എങ്ങനെ പ്രവർത്തിച്ചിട്ടാണ്, ഏത് രീതിയിലൂടെ പ്രവർത്തിച്ചിട്ടാണ് ഭരണഘടന ഉണ്ടാക്കിയത് അതുകൂടെ നോക്കാം. The Constituent Assembly met for the first time on 9th December 1946 at New Delhi. ഈ പുതിയ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് 1946 9th ഡിസംബറിന്. In the first meeting attended by only 211 members and Dr. Sachidananda Sinha, the elder member, was elected as provincial president of Constituent Assembly. ആദ്യത്തെ ഈ മീറ്റിംഗിൽ ആകെ അറ്റൻഡ് ചെയ്തത് 211 അംഗങ്ങളാണ്. ഇതിൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, he was one of the elder member, was elected as the provincial president of Constituent Assembly. Constituent Assemblyയുടെ ഒരു പ്രൊവിൻഷ്യൽ പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ നമ്മൾ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. Later Dr. Rajendra Prasad, HC Mukherjee were elected as the permanent president and vice president respectively on 11th December 1946. പക്ഷെ 1946 അതേ മാസം പക്ഷെ 11-ാം തീയതി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും വൈസ് പ്രസിഡന്റ് ആയിട്ട് HC മുഖർജിയെയും തിരഞ്ഞെടുത്തു. The most remarkable feature of the session was the objective resolution moved by Pandit Jawaharlal Nehru on 13 December 1946 and was adopted on 22nd January 1947. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ജവഹർലാൽ നെഹ്റു മൂവ് ചെയ്ത ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആയിരുന്നു. കാരണം ഇന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ കാണപ്പെടുന്ന പല ഐഡിയോളജീസും അദ്ദേഹത്തിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുത്തത് അല്ലേ? അപ്പോൾ 1946 ന്യൂഡൽഹിയിൽ ഭരണഘടനാ അസംബ്ലി ആദ്യമായിട്ട് സമ്മേളിക്കുന്നു. 211 അംഗങ്ങൾ മാത്രമാണ് ആദ്യ യോഗത്തിൽ പങ്കെടുത്തത്. ഇതിൽ മുതിർന്ന അംഗമായ ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹയെ ഭരണഘടനാ അസംബ്ലിയുടെ പ്രവിശ്യ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്തു. പിന്നീട് 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദും HC മുഖർജിയും യഥാക്രമം സ്ഥിരം പ്രസിഡന്റ് ആയിട്ടും വൈസ് പ്രസിഡന്റ് ആയിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 1946 13 പണ്ഡിറ്റ് ജവഹർലാൽ
ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച വസ്തുനിഷ്ഠാ പ്രമേയം, അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ 1947 ജൂലൈ 22 അംഗീകരിക്കപ്പെട്ടു. ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓൾസോ അപ്പോയിന്റഡ് വേരിയസ് കമ്മിറ്റീസ് ടു ഡീൽ വിത്ത് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്. ഇപ്പം വലിയൊരു ടാസ്ക്കാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് ഉള്ളത്. അപ്പം നമ്മൾ ആ ടാസ്ക് പല 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 വിഭാഗത്തിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കമ്മിറ്റീസ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിനെക്കുറിച്ചാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ there were 10 procedural committees and 12 committees on substantial affairs. 10 കമ്മിറ്റീസും അതേപോലെ തന്നെ അതിൽ 12 കമ്മിറ്റീസ്, പ്രൊസീജിയറൽ 10 കമ്മിറ്റീസും 12 കമ്മിറ്റീസ് ഓൺ സബ്സ്റ്റാൻഷ്യൽ അഫയേഴ്സ്. അതായത് 10 നടപടി സമിതികളും ഗണ്യമായ കാര്യങ്ങളിൽ 12 കമ്മിറ്റികളും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഏതാണ്? Drafting Committee. The report of these committees provided the materials for the construction of Indian Constitution. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർമേഷൻ ആസ്പദമാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കിയെടുത്തത്. On August 29, 1947, Drafting Committee of 7 members was set up under the chairmanship of Dr. B.R. Ambedkar. 1947 ഈ കമ്മിറ്റികളുടെ റിപ്പോർട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ നൽകി. 1947 ഓഗസ്റ്റ് 29 ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അധ്യക്ഷതയിൽ 7 അംഗ കരട് കമ്മിറ്റി രൂപീകരിച്ചു, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഒരു ഡ്രാഫ്റ്റിംഗ് സമിതിക്ക് നിലവിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ രൂപവും നൽകി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള നമ്മുടെ ഭരണഘടന എത്തിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളൊന്ന് നിങ്ങൾ നോക്കാം. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, ആലടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ കെ എം മുൻഷി, സയ്യിദ് മുഹമ്മദ് സദുള്ള, മാധവറാവു. അനാരോഗ്യം കാരണം രാജിവെച്ച ബി എൽ മിത്രന് പകരമായിട്ടാണ് മാധവറാവു വന്നത്. പിന്നെ ടി കൃഷ്ണാചാരി, ഡി പി ഖൈത്താൻ മരിച്ചപ്പോൾ ഇദ്ദേഹമാണ് പകരക്കാരനായത്, ടി കൃഷ്ണമാചാരി. ഓക്കെ. And the final decision of the Constituent Assembly was held on January 24, 1950. അങ്ങനെ ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കണം എന്നതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ, അതിന്റെ ഒരു മീറ്റിംഗ് നടന്നത് 1950 ജാനുവരി 24 In this decision, Dr. Rajendra Prasad was unanimously elected as the first president of the Republic of India under the new constitution which came into force on January 26, 1950. അങ്ങനെ 1950 ജാനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ യാതൊരു എതിരാളികളും ഇല്ലാതെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായി, രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. The assembly chose the day because in 1929 the Indian National Congress had passed a resolution under the presidency of Jawaharlal Nehru in its Lahore session to observe January 26 every year as Purna Swaraj or Independence Day. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950-ലായത്, 1950 ജാനുവരി 26? എന്തുകൊണ്ടാണ് ജനുവരി 26 1950 അല്ലെങ്കിൽ ജാനുവരി 26 എന്ന ഡേ ഇവർ തെരഞ്ഞെടുത്തത്? വേറെ ഒന്നുമല്ല, നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം ഇവിടെ ലാഹോറിൽ വെച്ച് നടന്നു. അന്ന് അവർ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും ജനുവരി 26 നമ്മൾ പൂർണ്ണ സ്വരാജ്യ ഓർ ഇൻഡിപെൻഡൻസ് ഡേ ആചരിക്കുമെന്ന്. അതുകൊണ്ടാണ് 1950 ജനുവരി 26 നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ കൊണ്ടുവരാനുള്ള ഒരു ദിനമായിട്ട് നമ്മൾ ഏറ്റെടുത്തത്. The Constituent Assembly of India met 11 sessions and took 2 years. നോക്കൂ, ഒരു ഭരണഘടന രൂപീകൃതമായി ഇന്നത്തെ രീതിയിലേക്ക് വരാൻ 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. 2 years, 11 months and 18 days and near 6.5 crore, 6.5 കോടി രൂപയാണ് ഇതിന്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത്, അല്ലേ? അപ്പം 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ എല്ലാ വർഷവും
ജനുവരി 26 പൂർണ്ണ സ്വരാജ്യ അല്ലെങ്കിൽ സ്വതന്ത്ര ദിനമായി ആചരിക്കാൻ പ്രമേയം പാസ്സാക്കിയതിനാലാണ് അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന ഒരു ദിവസമായിട്ട്, പ്രാബല്യത്തിൽ വരാനുള്ള ദിവസമായിട്ട് ജനുവരി 26 തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ ഭരണഘടന അസംബ്ലിയിൽ 11 സെഷനുകൾ സമ്മേളിക്കുകയും 2 വർഷവും 11 മാസവും 18 ദിവസവും എടുക്കുകയും ഭരണഘടന തയ്യാറാക്കാൻ ഏകദേശം 6.5 കോടി രൂപ ചിലവഴിക്കുകയും ചെയ്തു. ഇത്രയും പ്രൊസീജിയറിലൂടെ കടന്നുപോയി 2 വർഷം 11 മാസം 18 ദിവസം 6.5 കോടി രൂപ ചിലവഴിച്ചാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അപ്പൊ എന്തൊരു വലിയ ടാസ്ക് ആണ് ഇതിന് പിന്നിൽ നടന്നത് അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. 1922 അതിനു മുൻപേ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ നേതാക്കന്മാർ ഇത് മുൻപോട്ടേക്ക് വെക്കുന്നത് 1922 പിന്നീട് പല പല വർഷങ്ങളിലൂടെ പല പല സമ്മേളനങ്ങളിലൂടെ പല കമ്മിറ്റികളിലൂടെ കടന്നുപോയി പല ഡിസ്കഷൻസിലൂടെ ഒടുവിൽ ഒരു ദിവസം തിരഞ്ഞെടുത്ത് അന്ന് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. ഇന്ന് ആ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് ഇന്ത്യ എന്ന സ്വതന്ത്ര രാജ്യം, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം പ്രവർത്തിക്കുന്നത്. ഭരണഘടനയിൽ പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. ഭരണഘടനയിൽ നിന്നും പഴയ പല കാര്യങ്ങളും എടുത്തു മാറ്റി. എങ്കിലും ഇന്ന് ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള, ദീർഘമുള്ള, വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഇന്ത്യയുടെ നാഷണൽ മൂവ്മെന്റിനെ കുറിച്ചും ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഫോം ചെയ്തത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് മാറിയപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിട്ട് മാറിയത്, ആർക്കിടെക്റ്റ് ആയിട്ട് മാറിയത് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ? എടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബ്ലോക്ക് 1 നിന്നും യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യാൻ വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അതുവരെ പ്ലീസ് ബി ടേക്ക് കെയർ ആൻഡ് ബൈ.